ഞങ്ങളങ്ങനെ ആ തേരിക്കാട് ചുവന്ന മരുഭൂമിയുടെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നേരെ വന്ന തൂത്തുക്കുടിയിലായിരുന്നു കേട്ടോ. തൂത്തുക്കുടിയുടെ ഉപ്പുപാടം. ഇപ്പം ഏകദേശം മണി 5:45 മണിയായിട്ടുണ്ട് വൈകുന്നേരം. അപ്പോൾ നമുക്കിനിയുള്ള അടുത്ത പോകേണ്ടതെന്ന് വെച്ചാൽ നേരെ വേളാങ്കണ്ണിക്ക് വേണം പോകേണ്ടത്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചാലും വേളാങ്കണ്ണിയിലെത്താൻ എങ്ങനെ എടുത്താലും രാത്രി 1 മണിയാവും. പക്ഷേ രാത്രി ഡ്രൈവിങ് അത്ര സുഖകരമല്ലാത്തൊരു കാര്യമായതുകൊണ്ട് നമ്മൾ അടുത്തെവിടെയെങ്കിലും റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് നാളെ രാവിലെയാണ് വേളാങ്കണ്ണിയിലേക്ക് പോകുന്നത്. ഞങ്ങൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തേ തൂത്തുക്കുടിക്ക് അടുത്തുള്ള കുളത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. നല്ല ഹോട്ടലാണ്. ഇവിടെ റൂമൊക്കെ റീസണബിൾ റേറ്റുമാണ്. റൂമിന് 1000 രൂപ റെൻ്റ് ഉള്ളൂ. AC റൂമാണ്. നല്ല വൃത്തിയുള്ള റൂമൊക്കെയാണ് കേട്ടോ. ഞാൻ ആ ഹോട്ടലൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇനി വരുന്നവർക്ക് അങ്ങനെ ഒരു സഹായകമാണെങ്കിൽ ഈ വഴിയിലൂടെ ബുക്ക് ചെയ്യാമല്ലോ. ഇതാണ് കേട്ടോ ഹോട്ടലിൻ്റെ പേര്, അപൂർവ. റൂംസ് അവൈലബിൾ AC നേരിട്ട് നമ്പർ അതിൻ്റെ മുകളിലുണ്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക. നല്ല ഹോട്ടലാണ്. വേറെ ഫുഡ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല. താമസിക്കാനുള്ള സൗകര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ നമുക്ക് രാമേശ്വരത്തേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം 140 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഇനിയുള്ള യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ നേരെ വേളാങ്കണ്ണിക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ വേളാങ്കണ്ണിയിൽ വെച്ചുള്ള കാഴ്ചകൾ ഇനി നമുക്ക് കാണാം. നമ്മുടെ വേളാങ്കണ്ണിക്ക് പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. രാമനാഥപുരത്ത് കണ്ടൊരു കാഴ്ചയാണ്. ഏക്കർ കണക്കിന് ഒരു നെൽപ്പാടമാണ് കണ്ടോ. ഇതിൽ പകുതിയോളം നെല്ല് വിളഞ്ഞ് നിൽക്കുന്നത്, കുറച്ച് വിളയാൻ നിൽക്കുന്ന ഒരു പാടമാണ്. അത് കാണുമ്പോൾ കണ്ട നല്ല ഗോൾഡൻ കളറിലാണ് നിൽക്കുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? ഇതൊക്കെ കണ്ട് കണ്ട് പോകാനുള്ള യാത്ര എന്ന് പറയുന്നത്. ഞങ്ങൾ അങ്ങനെ വേളാങ്കണ്ണി പള്ളിയുടെ മുന്നിലെത്തി കേട്ടോ. ഇപ്പോഴെത്തിയതേ ഉള്ളൂ. കാരണം ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ച് രാവിലെ 8:30 മണിക്കാണ് യാത്ര തിരിച്ചത്. ഇപ്പോൾ ഏകദേശം മണി 4 മണിയായിട്ടുണ്ട്. 4 മണിയായപ്പോഴാണ് ഞങ്ങൾ ഈ വേളാങ്കണ്ണിയുടെ പള്ളിയുടെ മുന്നിലെത്തിയത്. ഇവിടെ നല്ല തിരക്കാണ് വന്നപ്പോഴേ. ഇനിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. പിന്നെ നമുക്ക് ഈ പള്ളിക്കകത്ത് പോയി വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. അവിടെ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പള്ളിയുടെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാം എങ്ങനെയുണ്ടെന്ന്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് കേട്ടോ നമ്മുടെ വേളാങ്കണ്ണിപ്പള്ളി. 16-ാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി സ്ഥാപിച്ചതായി കരുതപ്പെടുന്നത്. 16-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ മാതാവിൻ്റെ ഒരു അത്ഭുത പ്രത്യക്ഷത ഇവിടെ ഉണ്ടായതായി ഒരു വിശ്വാസമുണ്ട്. അന്ന് കടലിൽ അപകടപ്പെട്ട പോർച്ചുഗീസ് നാവികർ രക്ഷപ്പെട്ടതിൻ്റെ നന്ദിക്കായിട്ടാണ് ഇവിടെ ആദ്യ പള്ളി പണിതത്. പിന്നീട് ഇതൊരു വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറി. 1962 ഈ പള്ളിക്ക് ബസലിക്ക എന്ന പദവി ലഭിച്ചത്. ഇതിനെ കിഴക്കിൻ്റെ ലൂർദ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഇത് നമുക്ക് എന്താണ് ബസലിക്ക എന്ന് നോക്കാം. ബസലിക്ക എന്നാൽ മാർപ്പാപ്പ പ്രത്യേക പദവി നൽകിയിട്ടുള്ള റോമൻ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കത്തോലിക്ക ദേവാലയം എന്നാണ് അർത്ഥം. പുരാതന റോമിൽ പൊതുസമ്മേളനങ്ങൾക്കും നീതിന്യായ കോടതിയായും ഉപയോഗിച്ചിരുന്ന വലിയ കെട്ടിടങ്ങളുടെ മാതൃകയിലുള്ള പള്ളികളെയാണ് ബസലിക്ക എന്ന് വിളിക്കുന്നത്. ഇത് പ്രധാനമായും കെട്ടിയിരിക്കുന്ന വെള്ള നിറത്തിലുള്ള ഗോത്തിക് ശൈലിയിലുള്ള കെട്ടിടമാണ്. ഈ കടൽത്തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ രാവിലെ 5 മണിക്കാണ് തുറക്കുന്നത്. രാത്രി 9 മണിക്ക് അടയ്ക്കുകയും ചെയ്യും കേട്ടോ. ഈ ദേവാലയത്തിൽ 5:45 ആദ്യ കുർബാന നടക്കുന്നത്. ആദ്യ കുർബാന ഇംഗ്ലീഷിലുണ്ടാവും, തമിഴിലുണ്ടാവും, മലയാളം, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലാണ് ഉള്ളത്. പിന്നെ ഈ പള്ളിയുടെ പരിസരമെല്ലാം അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നടന്നു പോകുമ്പം ചൂട് സമയത്ത് കാല് പൊള്ളാതിരിക്കാനായിട്ട് ആ വൈറ്റ് ഇതെല്ലാം അവിടെ അടിച്ചിട്ടുണ്ട്. നമുക്ക് നടന്നു പോകുമ്പോൾ നല്ല ചൂടാണ്. ഇപ്പോൾ കടലോര സ്ഥലം ആയതുകൊണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഫീൽ വരാതിരിക്കാനാണ് ചെയ്തിരിക്കുന്നത്. ഈ പള്ളി ഇരിക്കുന്ന സ്ഥലമൊക്കെ അടിപൊളിയാണ് കണ്ടോ. എന്ത് മനോഹരമാണെന്നറിയോ ഈ വേളാങ്കണ്ണി പള്ളി ഇരിക്കുന്ന സ്ഥലവും ആ പരിസരവും എല്ലാം. ഈ പള്ളി ഏകദേശം ഒരു 5 ഏക്കർ സ്ഥലത്താണ് കേട്ടോ ഇരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം? അടിപൊളിയല്ലേ കാണാനായിട്ട്? ഈ പള്ളിയോട് ചേർന്ന് തന്നെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ബലം സിദ്ധിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്ന് കൊണ്ട് നേർച്ചയായിട്ട് കൊടുക്കുമല്ലോ, അതെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ആ മ്യൂസിയം.
നമുക്ക് ഇതിനകത്തേക്ക് കയറി ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം കേട്ടോ. ഇത് ആ പള്ളിയിലേക്ക് കയറി പോകുന്നൊരു വഴിയാണ്. നമുക്ക് വീൽ ചെയറിൽ വരുന്നവർക്ക് പോകാനുള്ളൊരു സൗകര്യമാണ് ശരിക്കും പറഞ്ഞാലിത്. കാരണം പടിക്കെട്ടുകളല്ല, നല്ല ചരിഞ്ഞ ഒരു പ്രതലമാണ്. അപ്പം വീൽ ചെയറിൽ പോകുന്നവർക്കും നമുക്ക് വീൽ ചെയർ ഇട്ട് മുകളിൽ കൊണ്ടുപോകും. നടന്ന് കയറുന്നവർക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് അവിടുത്തെ ആ ഒരു ഇതെല്ലാം ചെയ്തു വച്ചിരിക്കുന്നത്. ഇതാ വേളാങ്കണ്ണി നമ്മൾ കണ്ട ആ ചർച്ചിൻ്റെ പുറകുവശത്തുള്ള വേറൊരു ചർച്ചാണ്. ഇത് രണ്ടും ഒരു ബിൽഡിങ്ങിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഈ സ്ഥലത്തും. ഇനി നമുക്ക് ഇവിടെ നിന്നാൽ നേരെ കാണുന്നതാണ് പഴയ വേളാങ്കണ്ണി പള്ളിയാണ് കേട്ടോ. അവിടെയാണ് നമുക്ക് മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ ഒരു സ്ഥലം. നമുക്കിത് നേരെ കാണുന്നതാണ് കേട്ടോ. നമുക്ക് അവിടെയൊക്കെ പോയി ഒന്ന് കാണാം അവിടെ എല്ലാം എങ്ങനെ ഉണ്ട്. ഇത് ആ പള്ളിയുടെ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ചുറ്റും ഒരുപാട് പള്ളികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ. എന്തുകൊണ്ടും നല്ല ഒരു ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ വേളാങ്കണ്ണി പള്ളി ഇരിക്കുന്ന സ്ഥലവും അതിൻ്റെ ചുറ്റുപാടുമെല്ലാം. പിന്നെ നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ളൊരു സ്ഥലം കൂടെയാണ് കേട്ടോ. ഇവിടെ നേർച്ചകൾ തന്നെ ഒരുപാട് തരത്തിലുള്ള നേർച്ചകളുണ്ട് കേട്ടോ. തല മുട്ടയടിക്കുന്നവരുണ്ട് ഇവിടെ വന്ന്. പിന്നെ കുട്ടികളുണ്ടാവാത്തൊരു തൊട്ടിൽ നേർച്ച നടത്തുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് നേർച്ചകളാണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു പള്ളിയിൽ. അതിൽ ഏറ്റവും വലിയൊരു നേർച്ച എന്ന് പറയുന്നതാണ് ഈ മുട്ടിലിഴയുന്നത്. അത് നമുക്ക് കാണാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ നേർച്ച എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് വിചാരിക്കുന്നുവോ ഈ ഒരു നേർച്ച ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും എന്നാണ് ഒരു വിശ്വാസം. കാല് വയ്യാത്തവരായാലും കൈ വയ്യാത്തവരായാലും. അതായത് പഴയ പള്ളിയുടെ ആ മുന്നിൽ നിന്ന് ഈ പുതിയ പള്ളിയുടെ മുന്നിലേക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. മൊത്തം മണലിട്ടിട്ടുണ്ട്. ഇതിൽ മുട്ടിലിഴഞ്ഞ് വേണം നമ്മൾ ആ പള്ളിയുടെ വരെ പോകാനുള്ളത്, പഴയ പള്ളിയുടെ അവിടം വരെ. അത് കഴിഞ്ഞ് പറ്റുമെന്നുള്ളവർക്ക് തിരിച്ചും ഇങ്ങറ്റം വരെയും വരാം. നമുക്ക് മുട്ടിലിഴഞ്ഞ് പോകാം, കൈകുത്തി പോകാം, പിന്നെ ഒറ്റയടി വെച്ച് നടന്നു പോകാം. അങ്ങനെ ആണ് ഇവിടുത്തെ നേർച്ച എന്ന് പറയുന്നത്. ഇവിടെ എന്താഗ്രഹം സാധിക്കുന്നതിനും നമ്മുടെ രോഗശാന്തിക്കും എല്ലാമായിട്ടാണ് ഈ ഒരു നേർച്ച ഇവിടെ എല്ലാവരും നടത്തുന്നത് കേട്ടോ. നമുക്കിനി മറ്റ് കാഴ്ചകളെല്ലാം കാണാം. പള്ളിയും അതിൻ്റെ പരിസരമല്ല, അത് അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നമുക്ക് വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയുള്ള സംവിധാനം വരെ അവിടെ ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാം കമ്പി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിരിക്കുകയാണ്. ഇത് അവിടെ നിന്നുള്ളൊരു പള്ളിയുടെ വ്യൂ ആണ് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ പള്ളിയും ആ പരിസരവും എല്ലാം കാണാനൊക്കെ ആയിട്ട്. ഇത് നമ്മുടെ പള്ളിയുടെ മുന്നിലേക്ക് പോകുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ്. ഒരുപാട് വിൽപ്പനക്കാരിട്ടുണ്ട്. മാല, വള, കമ്മൽ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നു. കച്ചവടക്കാരുണ്ട്. ജ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ചായ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്ഥലങ്ങൾ രണ്ട് സൈഡിലുമുണ്ട്. കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന സ്ഥലമുണ്ട്. ഇതെല്ലാം പിന്നെ മാതാവിൻ്റെ രൂപങ്ങൾ വിൽക്കുന്ന സ്ഥലം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. നമ്മളിത് ആ ബീച്ചിലേക്ക് പോകുമ്പം കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ. അവിടെ തന്നെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഇനി മെഴുകുതിരികൾ വിൽക്കുന്ന കടകൾ, അങ്ങനെ ഒരുപാട് കടകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. ഈ ഒരു സൈഡിലെ ഷോപ്പ് കംപ്ലീറ്റ് മെഴുകുതിരികളാണ് കേട്ടോ. ഒരുപാട് ടൈപ്പ് മെഴുകുതിരി വിൽക്കുന്ന ഷോപ്പുണ്ട്. നല്ല പൊക്കമുള്ളത്, കനമുള്ള, അങ്ങനെ പല ടൈപ്പ് മെഴുകുതിരി വിൽക്കുന്ന ഷോപ്പ് ഈ ഒരു സൈഡ് മൊത്തമുണ്ട്. ഇതാ വേളാങ്കണ്ണിയിലുള്ള ബീച്ചുള്ള ഒരു തിരക്കാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ഒരു വലിയ തിരക്കൊന്നുമില്ല. ശനിയാഴ്ചയാണ് ഞങ്ങളിവിടെ എത്തിയത്. ഒരു ആവറേജ് തിരക്ക് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അപ്പുറത്തെ കടലിലേക്ക് കല്ലിടുന്നുണ്ട്. ടിപ്പറിൽ കല്ല് കൊണ്ടുവന്ന് കല്ലിടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വേണ്ട കുട്ടികൾ കളിക്കാനുള്ള ചെറിയൊരു പാർക്ക് പോലെയുള്ള സംവിധാനമെല്ലാം ഇവിടെ ഉണ്ട്.
എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? പിന്നെ ഇവിടെയുള്ള വേറൊരു പ്രത്യേകത ഉണ്ട്, ഒരുപാട് മീനുകൾ ഇങ്ങനെ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് പൊരിച്ച കൊടുക്കാനായിട്ട്. നല്ല അടിപൊളി ആവോലി മീനുണ്ട്, പിന്നെ ഒരുപാട് വെറൈറ്റി മീനുകളൂടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്, അതുകൊണ്ട് അവിടെ നമ്മൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് അവർ കല്ലിലിട്ട് തന്നെ പൊരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഒരുപാട് ഷോപ്പുണ്ട് കേട്ടോ. ഈ മീന് ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് ഈ വേളാങ്കണ്ണിയുടെ ആ ബീച്ചിൻ്റെ പരിസരത്ത്. നമുക്ക് ആവശ്യമുള്ളത് ഓർഡർ ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, അവർ നമുക്കത് ഫ്രൈ ചെയ്ത് തരും. നമ്മൾ ഈ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കേട്ടോ ഈ വേളാങ്കണ്ണി ചർച്ചും അവിടുത്തെ മാതാവിനെയെല്ലാം. ഇനി ഞങ്ങളിവിടുത്തെ യാത്ര കഴിയാണ്. വേളാങ്കണ്ണിയിലെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് തഞ്ചാവൂരിലേക്കാണ് പോകുന്നത് കേട്ടോ. തഞ്ചാവൂരിലേക്ക് വേളാങ്കണ്ണിയിൽ നിന്ന് ഏകദേശം ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് 95 കിലോമീറ്ററാണ് ദൂരം കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ തഞ്ചാവൂരിലെ കാഴ്ചകൾ കാണാം. കാരണം രാത്രി നമുക്ക് ഡ്രൈവിംഗ് പറ്റത്തില്ല, അതുകൊണ്ട് ഇന്നത്തെ സ്റ്റേ തഞ്ചാവൂരിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ഒരിക്കൽ കൂടെ പറയണം, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത തഞ്ചാവൂരിലെ വീഡിയോയുമായിട്ട് വരുന്നുണ്ട്. അതുവരെ ബൈ.